ഹലോ ഗൈസ്, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഏട്ടനും ഏട്ടത്തിയമ്മയൊക്കെ കൂടെ ആയിട്ട് അന്ന് വീട്ടിൽ സ്റ്റേ ആയിരുന്നു എന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ നേരെ കിച്ചണിൽ ഇറങ്ങിട്ടോ. അപ്പോൾ ഏട്ടനും ഏട്ടത്തിയമ്മയൊക്കെ കൂടെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് വീടുകളൊക്കെ കയറാനുണ്ടായിരുന്നു റിലേറ്റീവിന്റെ. അങ്ങനെ രാവിലെ തന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞു ഫുഡിന്റെ സമയമാകുമ്പോഴേക്ക് തിരിച്ചെത്തുന്ന രീതിയിൽ അവിടെയൊക്കെ പോയിട്ട് വന്നോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവരും ഏട്ടനെയും ലാലേട്ടനെയും കൂട്ടിയിട്ട് നേരെ അവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ പോയ സമയത്താണ് അവിടെ അടുത്തൊരു കൊക്കോന്റെ മരം കാണുന്നത്. അങ്ങനെ അതൊക്കെ തട്ടിയിട്ട് അവര് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് ലാസ്റ്റ് ഞങ്ങളുടെ തറവാട് വീട്ടിലേക്ക് പോയിട്ടോ. തറവാട് വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ തറവാട് വീടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഉമ്മ അവരൊക്കെ ജനിച്ചു വളർന്ന വീടാണത്. അപ്പൊ അതിനുശേഷം പിന്നെ ഇവര് പോകുന്നുണ്ടായിരുന്നത് അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഗാന്ധി സദനത്തിനാണ് കേട്ടോ. നമ്മുടെ പാക്കനാപുരത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗാന്ധി സദനം. പണ്ട് ഗാന്ധിജിയൊക്കെ കേരളത്തിൽ വന്നതിൽ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പണ്ട് കാലത്ത് ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അതുപോലെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയില്ല. കാരണം ഒരുപാട് കഥകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഒരു പഴയ കാലത്തുള്ള ഇതൊക്കെ, എങ്ങനെയാണ് ഇത് വന്നത് എന്താന്നൊക്കെ ഉള്ളത്. പക്ഷെ എനിക്കതിനെ പറ്റി കൂടുതലൊന്നും പറയാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് പോരാനേ തോന്നൂല. അത്രയും നല്ല ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ പറയുകയാണെങ്കിൽ ഞാൻ 8 വർഷമായി ഇവിടെ വന്നിട്ട് എനിക്കിതുവരെ അവിടെ പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നു, ബട്ട് എനിക്ക് പോകാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. അവർ ഈ സ്ഥലത്തൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ഞാനിങ്ങനെ പറയായിരുന്നു. എപ്പോഴും വരുന്നവരെയൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വിടുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കോ കാണാൻ പറ്റിയില്ല, അവരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവരും പോയിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ടൊക്കെ. ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോരാനേ തോന്നൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും കുറേ ചുറ്റിക്കറങ്ങിയിട്ട് കുറേ എന്താ പറയാ ബിൽഡിംഗ് എല്ലാം കുറെ പൊളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കൂടി അവിടെയൊക്കെ ചെന്നിട്ടും പിന്നെ കാട്ടിലൂടെയുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര അഭിപ്രായം തന്നെയായിരുന്നു നമ്മുടെ നാട്ടിനെ പറ്റിയിട്ട്, ആ ഒരു സ്ഥലത്തെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് അവർ സത്യം പറഞ്ഞാൽ കുറേ ടൈം എടുത്തു തോന്നുന്നു വീട്ടിലേക്ക് എത്താൻ തന്നെ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ ആയിട്ട് പോലും അവർ തിരിച്ച് വരുന്നുണ്ടായിരുന്നില്ല. അത്രയും അവിടെ തന്നെയായിരുന്നു അവർ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ടൈം. അപ്പൊ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ, ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അത്രയും നല്ല വൈബ് കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളത്. അത്രയും വൈബ് തന്നെയായിരുന്നു ആ സ്ഥലം എന്ന് പറയുന്നത്. അവർക്ക് കണ്ടിട്ടും തന്നെ എന്താ പറയാ മതിയാവുന്നില്ല. നമുക്ക് പഴയൊരു നൊസ്റ്റാൾജിയൊക്കെ പുതുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെ കണ്ട പഴമയുടെ ഒരു ഇതൊക്കെ. അപ്പോൾ വഴികളായിക്കോട്ടെ, വീടായിക്കോട്ടെ, ആ നിൽക്കുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, ഓരോ കെട്ടിടങ്ങൾ, ഓരോരോ സ്ഥലങ്ങൾ നോക്കുമ്പോൾ എന്താ പറയുക നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചാൽ അവിടെ നിന്ന് പോരാൻ തോന്നൂല. അതെല്ലാം കഴിഞ്ഞ് അവർ ലേറ്റ് ആയിന്, എല്ലാം കൂടെ 2:30 സമയം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ. പിന്നെ അപ്പോഴേക്കും ഞാൻ വേഗം ഫുഡൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വന്ന പാടന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നീട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാനിങ് ഇട്ടു, നേരെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അകലാപ്പുഴയിലെ ഒരു ബോട്ട് സർവീസിനും കൂടെ പോകാന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ എല്ലാവരും കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ അകലാപ്പുഴയൊക്കെ വിട്ടു കേട്ടോ. വീട്ടിൽ നിന്ന് ആകെ അത്രയും 2-3 കിലോമീറ്റർ പോകാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ നേരെ ഒന്നും നോക്കാതെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ എത്തിയ പാടന്നെ ഞങ്ങളൊരു ബോട്ട് അവർ ട്രിപ്പ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നേരെ അതിലേക്ക് കയറി കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷേ നമുക്ക് ശരിക്കും പറയാൻ വെച്ചാൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ ആളുണ്ടാകുമ്പോൾ കൂടുതലും രസം ഉണ്ടാകുക. കാരണം ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവർ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പോയി ഡാൻസ് ഒക്കെ കളിക്കരുതോ, പാട്ടുള്ളതല്ലേ എന്നൊക്കെ. പക്ഷേ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, കാരണം ആരും ഇല്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഒരു ഡാൻസ് ഒക്കെ കളിക്കാന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു സുഖമുള്ള കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് എന്താ പറയുക കിട്ടിയ അവസരമല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി കേട്ടോ, പെട്ടെന്ന് കളിക്കാന്ന് വെച്ചിട്ട്.
അങ്ങനെ കുറച്ച് സമയം ഞങ്ങളേതായ തട്ടിക്കൂട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ സംഭവം കാണുന്നത്. അച്ഛൻ നോക്കുമ്പോൾ ബോട്ട് ഓടിക്കുന്നു. പിന്നെ നമ്മളുണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനും നേരെ ഓടി വന്ന് അപ്പോൾ അവർ പറഞ്ഞ് താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓടിച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നേ ഒന്നും നോക്കിയില്ല. നേരെ ഞാൻ കയറിയിരുന്നു. കുറച്ച് സമയം ഓടിച്ച് നമ്മൾ എന്താ പറയുക അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ശരിക്കും ബോട്ട് നമ്മൾ ഓടിച്ച് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. കുറച്ചൊക്കെ നമ്മളെ കണ്ടോളും, ബാക്കി അവരെ കയ്യിലുമാണ് കേട്ടോ സംഭവം ഉള്ളത്. ആധാരം നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ, നമ്മളെ കയ്യിൽ നമ്മൾ ഓടിക്കുന്ന രീതിയിലാണല്ലോ നമ്മളെ ഇരിപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കാണാം ഒരു ചേട്ടൻ വിളിക്കുന്നു ഹൗസ് ബോട്ട് കണ്ടിട്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് കയറിക്കോ, കണ്ടോ, മൊത്തത്തിലൊന്ന് കണ്ടിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പേരത്തിനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ട്. കാരണം വെച്ചാൽ അടിപൊളി ബോട്ടാണ്, കാണുമ്പോൾ പുറമേന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊക്കെ ഈ ഒരു കുടുംബസംഗമം നമുക്ക് വേണ്ട എന്ത് പരിപാടിയാണെങ്കിലും, ഒരുപാട് ആൾക്കാരെ വെച്ചിട്ടുള്ള എന്ത് പരിപാടിയാണെങ്കിലും നമുക്ക് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ട് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പേരത്തിന് ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും കുടുംബസംഗമത്തിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഈ തവണ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രീ ആയിരുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ കയറിയതായിരുന്നു. 2 റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും, ശരിക്കും നമ്മളൊരു വീട്ടിൽ പോയ അതേ അവസ്ഥ തന്നെ. പിന്നെ മുകളിൽ കയറിയ സമയത്താണ് ഇങ്ങനെ കണ്ട ഫുഡ് കഴിക്കാനുള്ളൊരു ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ പുറമെ നിന്ന് നമുക്ക് കാണാനുള്ള അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, മൊത്തത്തിൽ ആ ഒരു ബോട്ടും കംപ്ലീറ്റ് കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ അകലപ്പുഴയിൽ നിന്ന് വെച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.